കലിപ്പന്റെ കുറുമ്പി പെണ്ണ്. രചന ലച്ചൂട്ടി ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ചാരു അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അകത്തേക്ക് വന്നപ്പോൾ സിദ്ധാർത്ഥിന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ ഇവിടെ ഇല്ല താനും. കോൾ ഐ ഡിയിൽ അർജുന്റെ മുഖം തെളിഞ്ഞു. എടുക്കണോ വേണ്ടയോ എന്നൊരു നിമിഷം സംശയിച്ച ശേഷം എടുക്കാൻ തന്നെ തീരുമാനിച്ചു. എടുക്കുന്നതിന് മുമ്പ് കോൾ നിന്നു. അതിനു പുറമേ വന്ന ടെക്സ്റ്റ് മെസ്സേജ് പിന്നെ ശ്രദ്ധയിൽപ്പെട്ടു. ഫോൺ ലോക്ക്ഡാണ്. എന്തായിരിക്കും പാസ്വേഡ് അറിയില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനു അന്വേഷിക്കണം. വീണ്ടും ഒരു മെസ്സേജ് കൂടി. പകുതി മാത്രം ഡിസ്പ്ലേയിൽ തെളിഞ്ഞ ആ വാക്കുകൾ വായിച്ചു. സ്വാതി. നെഞ്ചിരിപ്പോടെ പല വാക്കുകളും കൊണ്ട് ആ ഫോൺ തുറന്നു നോക്കാനുള്ള വ്യഗ്രതയായിരുന്നു. അവസാനത്തെ ശ്രമം എന്ന പോലെ അവൾ സ്വന്തം പേര് ടൈപ്പ് ചെയ്ത് നോക്കി. അഴിഞ്ഞ ലോക്കിനോടൊപ്പം തെളിഞ്ഞ മെസ്സേജ് അവൾ ധൃതിയിൽ വായിച്ചു. ചാരു എന്തു പറയുന്നു സിദ്ധു? അവളെ എല്ലാം അറിയിക്കണം നീ. എന്നിട്ട് രണ്ടാളെയും കൂട്ടി ഇവിടെ വരണം. സ്വാതിക്ക് ചാരുവിനെ കാണണമെന്നുണ്ട്. ബാക്കി വായിക്കാൻ തുടങ്ങിയതും സിദ്ധാർത്ഥ് ഫോൺ പിടിച്ചു വാങ്ങിയത് ഒരുമിച്ചായിരുന്നു. ചിന്തിച്ചെല്ലാം ശരിയായിരുന്നു. നിങ്ങൾക്കറിയായിരുന്നല്ല അല്ലേ? ചാരുവിന്റെ ജ്വലിക്കുന്ന കണ്ണുകൾക്ക് മുമ്പിൽ ഒരു നിമിഷം അയാൾ പകച്ചു. ചാരു, ഞാൻ ഒന്നും പറയണ്ട. സ്വാതീശി എവിടെയാ ഉള്ളത്? എനിക്ക് കാണണം അവളെ. ഇനിയൊന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. ചാരുവെല്ലാം അറിഞ്ഞിരിക്കുന്നു. അവളെയും കൂട്ടി അർജുന്റെ വീട്ടിലേക്ക് തിരിച്ചപ്പോഴും അവൾ നോട്ടം കൊണ്ടുപോലും പിന്നീട് ഒരു ചോദ്യം ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും പറയാനും കഴിഞ്ഞില്ല സിദ്ധുവിന്. വീടിന് മുമ്പിൽ വന്നിറങ്ങിയ ചാരുവിനെയും സിദ്ധാർത്ഥിനെയും കണ്ട അർജുൻ അമ്പരന്നു. സിധു, ഒരു മെസ്സേജ് അയച്ചപ്പോഴേക്കും വന്നുവല്ലേ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അയാൾ ആശ്ചര്യം മറച്ചുകൊണ്ട് രണ്ടാളെ അകത്തേക്ക് ക്ഷണിച്ചു. കയറൂര് ചാരു, എന്താ ഇത്ര മടി? ചിരിയോടെ ആരാഞ്ഞ അർജുന് കുറിക്കൊള്ളും വിധം ചാരു മറുപടി തൊടുത്തു വിട്ടു. എവിടെയാ സ്വാതിയേച്ചി? അവളെ വിളിക്ക്. വിളറി വെളുത്തുപോയ അർജുൻ സിദ്ധാർത്ഥിനെ നോക്കി. വല്ലായ്മയോടെ നിൽക്കുന്ന അയാളുടെ മുഖഭാഗത്തിൽ നിന്ന് അർജുൻ ഏറെക്കുറെ കാര്യങ്ങൾ ഗ്രഹിച്ചെടുത്തു. അത് ചാരു, ഞാൻ പറയുന്നത് കേൾക്ക്. പറയുന്നത് കേൾക്കുന്നൊക്കെ പിന്നീട് ഒരിക്കലാവും അർജുൻ. ഇപ്പൊ അത്യാവശ്യം അവളെ കാണുന്ന. ഇനി കൂടുതൽ സംസാരിച്ചാൽ സമനില തെറ്റി എന്തെങ്കിലും പറഞ്ഞു പോയെന്ന് തോന്നി അവൾക്ക്. അർജുൻ പോവാം, ചാരു അവളെ കാണട്ടെ. സിദ്ധാർത്ഥ പതിയെ പറഞ്ഞു. കാറിൽ ചെന്നിരുന്ന പഴയൊരു 3 നില വീടിന് മുൻവശത്തായിരുന്നു. അവളെ കാണാനുള്ള ആവേശത്തിൽ ചാരു ഓടിയിറങ്ങി കോളിംഗ് ബെൽ അമർത്തി. എത്ര ബെല്ല് മുഴക്കിയിട്ടും വാതിൽ തുറന്നില്ല. അർജുൻ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നത് ചാരു ശ്രദ്ധിച്ചു. ഞാനാ, വാതിലുറക്ക്. അയാൾ സംസാരിച്ചു വെച്ച് കഴിഞ്ഞ് വാതിൽ മലർക്കെ തുറന്നു. വാതിലിനെ മറുപുറത്ത് ആളെ കണ്ട ചാരു ശ്വാസം അടക്കി പിടിച്ചു. സ്വാതി. ഇന്നേക്ക് 14 ദിവസം കഴിഞ്ഞിരിക്കുന്നു കണ്ടിട്ട്. എന്നിട്ട് ഒരുപാട് മാറിയതുപോലെ. ഇത്രയൊന്നും നടന്നിട്ടും അതൊന്നും ബാധിക്കാത്ത പോലെ പ്രസന്നവതിയായി. ചാരു ഒരു മാത്ര അവിടെ അടുത്തു പോകുന്നതിൽ നിലച്ചുപോയി. മോളെ. സ്വാതി അത്യധിക ആഹ്ലാദത്തോടെ ചാരുവിന്റെ കവിളിൽ തലോടി. അവളെ കണ്ട നിമിഷം മറ്റെല്ലാം മറന്നുപോയെങ്കിലും ചാരു പെട്ടെന്ന് സംയമനം വീണ്ടെടുത്തു. എന്തിനായിരുന്നു ഈ നാടകം? യാതൊരു മയമില്ലാത്ത അവളുടെ ചോദ്യം കേട്ടത് സ്വാതി അറിയാതെ കൈപ്പീൻ വിളിച്ചു. ചോദിച്ചു കേട്ടില്ലേ? മോളെ അകത്തേക്ക് വാ, ചേച്ചി പറയട്ടെ. വേണ്ട, എനിക്കൊന്നും അധികം കേൾക്കണ്ട. നീ മനഃപൂർവ്വമായിരുന്നോ അന്ന് വിവാഹത്തലേന്ന് വീട് ഉപേക്ഷിച്ച് പോയത്? ആണോ? കോപം കൊണ്ട് കത്തുന്നുണ്ടായിരുന്നു ചാരു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. ആ അതെ. സ്വാതിമേലെ തലതാഴ്ത്തി. എങ്ങനെ കഴിഞ്ഞു നിനക്കതിന്? നാടടക്കം ആൾക്കാരെ ക്ഷണിച്ചു കൂട്ടിയിട്ട് എന്നെ നീ ഓർക്കണ്ടായിരുന്നു. സ്വന്തം അച്ഛനെയും അമ്മയും അവരുടെയൊക്കെ മുമ്പിൽ അപമാനത്തിലാക്കാൻ വിട്ടിട്ട് ഇവിടെ വന്ന് സുഖിച്ച് കഴിയാണല്ലേ? അങ്ങനെയല്ല മോളെ. സ്വാതി അവൾ തടഞ്ഞോട് സംസാരിച്ചു. അന്ന് നീ സ്വന്തം പ്രവൃത്തിയോടെ എന്ത് നേടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എന്നൊരിക്കൽ വഞ്ചിച്ചതിന് മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വന്നു. അറപ്പോടെ സിദ്ധാർത്ഥ് നേരവൾ കണ്ണോടിച്ചു. അയാളുടെ മുഖം കുറ്റബോധത്തിന്റെ പാരതമ്യ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. നിനക്ക് നീ ആഗ്രഹിച്ചവരും തന്നെ കിട്ടിയില്ലേ ചാരു? എന്നോട് ഒരിക്കൽ പോലും നീ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. സ്വാതി സ്വയം ന്യായീകരണം നടത്തുന്നുണ്ട്. ആത്മാഭിമാനം എന്ന ഒന്നുണ്ട്, അതെന്തറിയും നിനക്ക്? ചാരുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ സ്വാതി ചൂളിപ്പോയി. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആത്മാഭിമാനം ആദ്യം സ്വന്തം വ്യക്തിത്വത്തിൽ നിന്നാണ് വേണ്ടത്. എന്റെ വ്യക്തിത്വത്തിന് ഒരിക്കൽ ചവിട്ടി വെച്ച മനുഷ്യനാണിത്. ഉള്ളിന്റെ ഉള്ളിൽ അല്പം ബാക്കിയുണ്ടായിരുന്ന സ്നേഹം പോലും ഞാൻ മണ്ണിട്ട് മൂടി. എന്തിനു വേണ്ടിയായിരുന്നു? നിനക്ക് വേണ്ടി. സ്വന്തം കൂടെപ്പിറപ്പായിരുന്നു എനിക്ക് വലുത്. നിനക്ക് അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ പോലും. നീ അറിഞ്ഞാൽ വിഷമിക്കില്ലെന്ന് ഓർത്താ പഴയ ബന്ധത്തിനെ കുറിച്ച് ഒന്ന് ഞാൻ തുറന്ന് സംസാരിക്കാഞ്ഞത്. പക്ഷെ പോകുന്നതിന് തൊട്ടുമുമ്പ് ഒരു ആർത്തുലസിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും കബളിപ്പിച്ചു നീ. പക്ഷെ എൻ്റെ അച്ഛന് നാട്ടുകാരുടെ പരിഹാസത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ട് മാത്രം ഇപ്പോഴീ ഭാരം പേറുന്നു. ചാരുവിന്റെ ഓരോ വാക്കുകളും സിദ്ധുവിന്റെ കാതുകളിൽ ഇടിമുഴക്കം പോലെ പതിച്ചു. മറ്റെന്തിനേക്കാളും നിന്നെ സ്നേഹിച്ചല്ലേ ചേച്ചി ഞാൻ. എന്നിട്ടും ചാരുലത വികാര വിവശയായി. സിദ്ധു തെറ്റൊന്നും ചെയ്തിട്ടില്ല മോളെ. സാഹചര്യം അങ്ങനെയായിരുന്നു. അതാ ചേച്ചിക്ക് അങ്ങനെ ഇറങ്ങിപ്പോവേണ്ടി വന്ന്. സമാധാനമായിട്ടൊന്ന് കേൾക്ക് നീ. എന്നോട് സിദ്ധുവിനോടുള്ള വിദ്വേഷം തനിയെ ഇല്ലാതായിക്കോളും. സ്വാതി കെഞ്ചി. ഇത് മുമ്പേ ആവായിരുന്നു. എന്തുണ്ടെങ്കിൽ നിനക്ക് അതിനോട് പറയായിരുന്നു. എന്നെക്കാൾ വിശ്വാസം നിനക്ക് ഇയാളോട് തോന്നിയോണ്ടായിരിക്കുമല്ലോ ആരോടും പറയാതെ ഇറങ്ങിപ്പോയിട്ടും വിവരം സിദ്ധാർത്ഥിന് മാത്രം അറിയിക്കാൻ നിനക്ക് തോന്നിയത്. എന്നും പറയേണ്ടുന്ന ചില അവസരങ്ങളുണ്ട് സ്വാതിയേച്ചി. അപ്പൊ പറയുന്നതിൽ നിന്നും മടിച്ചാൽ പിന്നീട് എത്ര പറയാൻ ശ്രമിച്ചാലും കേൾക്കാൻ ആളുണ്ടാവണമെന്നില്ല. എന്തൊക്കെ ന്യായീകരണം വെച്ച് നിർത്തിയാലും നീ ചെയ്ത തെറ്റിന് മാപ്പില്ല. ഞാൻ പോകുന്നു. ഇനി നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്തിരിഞ്ഞോ നോക്കാതെ ചാരു പടികളിറങ്ങി. തന്റെ ഉദ്ദേശം പൂർത്തിയായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞ പോലെ ഇനി ഈ ബന്ധത്തിൽ കടിച്ചു തൂങ്ങേണ്ട ആവശ്യം തനിക്കില്ല. മടങ്ങാം എന്ന് നീക്കുമായി.
ചാരുവിനെ പിന്തുടർന്നു വന്ന സിദ്ധാർത്ഥിനെ മനഃപൂർവ്വം കണ്ടില്ലെന്നടിച്ചു. കൂടെ നിൽക്കുമെന്ന് കരുതിയ ഓരോരുത്തരായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവനെ പോലെ കരുതിയ സ്വന്തം ചേച്ചി ഒരു ബലിമൃഗത്തെ പോലെ മണ്ഡപത്തിൽ തള്ളിയിട്ട് ഒളിച്ചോടി. പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. ഏതവസ്ഥയിലായിരിക്കും അവളെന്ന് ചിന്തിച്ച് ഭ്രാന്തായി പോകുമായിരുന്നു തനിക്ക്. ചിന്തിക്കാത്ത വഴികളില്ല. പക്ഷെ തന്റെ തൊട്ടടുത്ത് ഏറ്റവും സ്വസ്ഥമായിട്ടുണ്ടായിരുന്നവൾ താനും. കൂടെ ആരൊക്കെ ഉണ്ടായിട്ടും അവളില്ലാതെ ഒറ്റപ്പെട്ട് എല്ലാ ദുഃഖങ്ങളെയും സ്വയം അടക്കി പിടിച്ച് ഇഷ്ടമില്ലാത്ത ഒരു ഭാര്യാപദവിയെ മരണം പോലെ വരിച്ച് വയ്യ. ഈ ജന്മത്തിലുള്ള കടങ്ങളും കടപ്പാടുകളും കൊടുത്ത് തീർത്തിരിക്കുന്നു. തിരികെ കിട്ടിയതെല്ലാം വഞ്ചനയാണെങ്കിൽ പോലും. വീട്ടിലേക്ക് ചെന്നപ്പോൾ അപ്പച്ചിയില്ലായിരുന്നു. അച്ഛയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞതായി അവൾ ഓർത്തു. സുധീരൻ അമ്മാവനും പോയിരിക്കണം. വന്നിട്ട് ഇതുവരെ സ്വന്തം തറവാട്ടിലേക്ക് പോലും പോകാൻ പറ്റാതായി പോയി തനിക്ക്. വെളിയിലിറങ്ങിയതും വിരളം. ചേച്ചിയുടെ പകരക്കാരിയായി കുടിയൊപ്പ് വെക്കേണ്ടി വന്ന അപമാനഭാരം. എന്തിനാണ് താൻ ഇതൊക്കെയും സഹിച്ചത്? നന്ദിയില്ലാത്ത കുറെ മനുഷ്യർക്ക് വേണ്ടി ചാരുവിന് സ്വയം പുച്ഛം തോന്നി. എല്ലാ കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ വരിക മുത്തശ്ശ എന്നും മുത്തശ്ശ മാത്രം എൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. സിദ്ധുവായിട്ടുള്ള കല്യാണത്തിന് പോലും തനിക്ക് വേണ്ടി വരുന്ന ഒരേ ഒരു ശബ്ദം ആ നാവിൽ നിന്നായിരുന്നു. ജനാലകൾ തുറന്നിട്ട് ചാരു വെളിയിലേക്ക് നോക്കി. ഇരുട്ട് മൂടി തുടങ്ങിയിരിക്കുന്നു. സന്ധ്യ മയങ്ങുന്ന നേരം. എല്ലാ യാത്രകളും അവസാനിച്ച് കിളികൾ അവരവരുടെ സങ്കേതങ്ങളിലേക്ക് ചേക്കേറുന്നു. എല്ലാം വെച്ചൊഴിയാൻ ഇതാണ് സമയം. എല്ലാത്തിനോടും വിട പറഞ്ഞുകൊണ്ട് തനിക്ക് ഇവിടുന്ന് പോകണം. ചാരു അലമാര തുറന്നു. വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നോ അതുമാത്രം ട്രാവൽ ബാഗിലാക്കി. പടികളിറങ്ങി വരുമ്പോഴായിരുന്നു സിദ്ധാർത്ഥിന്റെ വരവ്. നീ അങ്ങോട്ട് പോന്നു? കുഴഞ്ഞ ശബ്ദത്തിൽ അയാൾ തിരക്കി. സിദ്ധാർത്ഥിന് ആകമാനമൊന്ന് ശ്രദ്ധിച്ചു ചാരു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. സ്വയം താങ്ങി നിൽക്കാനാവാതെ കാലുകൾ ഇടറുന്നുണ്ട്. വഴുതി പോകുന്ന കൈവിരലുകൾ ഭിത്തികൾ അമർത്തി പിടിച്ചു. ചാരുവിന് തടസ്സമായി നിന്നുകൊണ്ടാണ് ചോദ്യം. വഴി മാറ്. ഇല്ല, മാറില്ല. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നറിയാൻ ഞാൻ മാറില്ല. വിയർത്തു കുളിച്ച അയാളിൽ നിന്ന് മദ്യത്തിന്റെ രൂക്ഷഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ടേക്കായാലും തിരിച്ചിനി ഇവിടേക്കില്ല. നിങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നു, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ചാരു സിദ്ധാർത്ഥിനെ മുഖമുയർത്തിയെന്ന് പറഞ്ഞു. നോ, പോവരുത് ചാരു. നിനക്ക് അങ്ങനെ എന്നെ ഉപേക്ഷിച്ചു പോകാൻ കഴിയും. ഒരിക്കൽ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചില്ലേ, അതുപോലെ. പ്ലീസ് ചാരു, ഇനിയും ആ തെറ്റുള്ള ശിക്ഷ തുടരല്ലേ. നീ എന്ത് വേണം? ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പിരക്കണം. ജീവിതകാലം മുഴുവൻ നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കണം. ചെയ്യാം. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ പ്രതികാരം മാത്രമായി പോയി മനസ്സിൽ. നിന്റെ പ്രണയത്തിന് വില കൊടുക്കാത്തൊരു വിഡ്ഢിയായി പോയി ഞാൻ. സിദ്ധാർത്ഥ തകർന്നു പോയി. വിഡ്ഢിയല്ല, വഞ്ചകൻ. സ്വയം വിഡ്ഢിയെന്ന് വിശേഷിപ്പിച്ച് നല്ലവനാവില്ലേ സിദ്ധു? വിഡ്ഢി ഞാനായിരുന്നു. കൂടെ പിറപ്പിനെയും സ്നേഹിച്ചവൻ്റെയൊന്നും ചതി മനസ്സിലാക്കാതെ പോയ പമ്പര വിഡ്ഢി. പക്ഷേ ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പോകുന്നു. സ്വാധീനിച്ച് എവിടെയാണെന്ന് അറിയുന്ന സമയം വരെ ഞാൻ ഈ ബന്ധത്തിന് ആയുസ് കൊടുത്തിരുന്നുള്ളൂ. വേറൊരു ബാധയും നമ്മൾ തമ്മിലില്ല. പൂർണ്ണ മനസ്സോടെ ഈ ദാമ്പത്യത്തിന് അടിവരയിടുകയാണ്. സിദ്ധാർത്ഥിന്റെ കൈകൾ ബലമായി എടുത്തു മാറ്റി. വാതിൽക്കിലേക്ക് നടന്നടക്കുന്നതിന് മുമ്പേ തുറന്നു കിടന്ന പാടുകൾ അടഞ്ഞിരുന്നു. സിദ്ധാർത്ഥ്, വാതിൽ തുറക്ക്. ആൾക്കുമ്പേ വാതിൽക്കെത്തിയ സിദ്ധാർത്ഥ് ഡോർ ലോക്ക് ചെയ്തിരുന്നു. പറ്റില്ല, എന്നെ കളഞ്ഞിട്ട് പോകാൻ സമ്മതിക്കില്ല ഞാൻ. നീ ഇല്ലാതെ എനിക്ക് ഒന്നിനും പറ്റില്ലടി. പതിയെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാന്ന് കരുതിയാ ഇത്രയും വെയിറ്റ് ചെയ്ത്. നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ചാരു. എനിക്കറിയേണ്ട ഒന്നും. വെറുപ്പോടെ പറഞ്ഞ ചാരു നേരെ സിദ്ധാർത്ഥം നടന്നെടുത്തു. അറിയണമെങ്കിൽ വേണ്ട, പക്ഷേ എന്നെ വിട്ടുപോകാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഒരു വട്ടം നഷ്ടപ്പെടുത്തിയാ നിന്നെ ഒരിക്കൽ കൂടി പറ്റില്ല എനിക്ക്. ഐ കാൻ ലോസ് യു. നീ എന്നും എന്നോടൊപ്പം വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. സ്നേഹിച്ച പെണ്ണിന് ഇതിന് നന്നായിട്ട് വഞ്ചിക്കാൻ വേറെ ആൾക്കും കഴിയില്ല. നിങ്ങളൊരു പുരുഷനല്ലേ? എന്നെ സ്നേഹിച്ചിരുന്നെന്നോ? പറയുന്നതിനും ചെയ്യുന്നതിനും തമ്മിൽ 1% ബന്ധം വേണം സിദ്ധാർത്ഥ്. ഒരു രീതിയിൽ ഞാൻ നിങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരുന്നില്ല. വിവാഹം കഴിഞ്ഞേ ഉള്ളൂ. ആ നിയമത്തിന്റെ സഹായത്തോടെ ഞാൻ വേർപിരിഞ്ഞോളാം. ഇനി എന്നെ ശല്യം ചെയ്യരുത്. പോവാനാ ഞവൾ വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥ് പിന്നീട് ശബ്ദിച്ച്. അതേടേ, ഞാനൊരു പുരുഷൻ തന്നെയാ. ജീവിതത്തിൽ ഒരു പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊന്നും സിദ്ധാർത്ഥ ആർക്കും വിട്ടുകൊടുത്തില്ല. ഒന്നിനോട് മാത്രം തോറ്റു. നിന്റെയും എൻ്റെയും കുടുംബത്തിനുള്ള പക ഞാൻ മറന്നു നിനക്ക് വേണ്ടി. നീ എൻ്റേതാകാൻ വേണ്ടി. അവിടെയും നീ എന്നെ തോൽപ്പിച്ചു. സ്വാധീനമുള്ള വിവാഹത്തിന് നീ നിർവഹിച്ചിട്ട് മാത്രം ഞാൻ മൗന സമ്മതം നൽകി. പക്ഷെ എല്ലായിടത്തും വീണ്ടും തോൽക്കാൻ ഏത് സിദ്ധുവിനും മനസ്സില്ല. പറയുന്നതോടൊപ്പം തന്നെ സിദ്ധാർത്ഥിന്റെ വിറക്കുന്ന ചുണ്ടുകൾ ചാരുവിന്റെ മുഖത്തോട് അടുപ്പിക്കുന്നുണ്ടായിരുന്നു. വേണ്ട, എന്നെ വിട് സിദ്ധു. നിങ്ങൾ ഇത്രയ്ക്ക് ദുഷ്ടരാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അയാളീ നടന്നു മാറാൻ ചാരു പാടുപെട്ടു. ആയിക്കോട്ടെ, ഞാൻ ദുഷ്ടനാ. നിന്നെ എൻ്റേത് മാത്രമാക്കാനായി ആ പേര് ഞാൻ സ്വീകരിക്കും. മദ്യം കീഴ്പ്പെടുത്തിയ ലഹരിയോടെ ചാരുവിന്റെ നിലവിളികളെ കൈപ്പത്തികൾ കൊണ്ട് പൊത്തി സിദ്ധു. പിടഞ്ഞുകൊണ്ടിരുന്ന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടറുന്ന കാൽവെപ്പുകളോടെ അയാൾ മുറിയിലേക്ക് നടന്നു. നീ എൻ്റേതാവും ചാരു. ഒരു പ്രാവശ്യം എന്നിൽ അലിഞ്ഞു ചേർന്ന ഒരിക്കലും എന്നെ വിട്ട് നിനക്ക് പോകാൻ കഴിയില്ല.
കടന്നുപോകുന്ന ഓരോ നിമിഷങ്ങളും ചാരുവിന്റെ നിലവിളികളുടെ എതിർപ്പിന്റെ ആക്കം കുറഞ്ഞുകൊണ്ടേയിരുന്നു. പാതിബോധത്തിൽ താൻ തീർത്തും സിദ്ധാർത്ഥിന് അടിമപ്പെട്ടു പോവുകയാണെന്ന് അവൾ തളർച്ചയോടെ തിരിച്ചറിഞ്ഞു. മധ്യാമങ്ങളിൽ എപ്പോഴും അർത്ഥനഗ്നമായി പോയ തന്റെ ഉടലിനോടൊപ്പം ലഹരിയുടെ മയക്കത്തിൽ ഇഴുകി ചേർന്ന് കിടക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കി അവൾ അലറിക്കരഞ്ഞു. പകൽ വെളിച്ചം കണ്ണിമകളെ തഴുകിയപ്പോഴേക്കും സിദ്ധാർത്ഥ് ഉണർന്നിരുന്നു. അരികത്തായി പറ്റിച്ചേർന്ന് കിടക്കുന്ന ചാരുവിനെ അപ്പോഴാണ് കണ്ടത്. ഇന്നലെ നടന്നെല്ലാം മൂടൽ മഞ്ഞ് പോലെ മങ്ങലായ ചില ഓർമ്മകളായി മനസ്സിലൂടെ കടന്നുപോയി. തന്റെ ഹൃദയം പറിച്ചു പോകുന്ന വേദന തോന്നിപ്പോയി. അവൾ പടിയിറങ്ങുമെന്ന് തോന്നിയപ്പോൾ ഒരിക്കലും തന്നിൽ നിന്ന് വിട്ടകലാതിരിക്കാനായി ചെയ്തു പോയതാണ്. ചാരു, അയാൾ ശബ്ദമില്ലാതെ മന്ത്രിച്ചു. കരഞ്ഞു തളർന്നുറങ്ങുന്ന അവളുടെ മൂർത്താവിൽ സിദ്ധാർത്ഥ അധരങ്ങൾ അമർത്തി. കവിളിലൂടെ ഒലിച്ചിറങ്ങിയ ഉപ്പിനീരിനെ ചുംബനങ്ങൾ കൊണ്ട് ഒപ്പിയെടുത്തു. ഇനി നിനക്കെന്നെ വിട്ടുപോകാനൊക്കുവോ ചാരു? ഇല്ല ചാരു, നീ ഇനി എന്നും എന്നോടൊപ്പം വേണം. അത്രയ്ക്ക് സ്വാർത്ഥനായി പോയി ഞാൻ നിനക്ക് വേണ്ടി. ക്ഷീണിച്ചു വാടിപ്പോയ മുഖത്തേക്ക് മറിഞ്ഞു കിടന്ന മുടികളോ ഒന്നൊന്നായി മാടിയൊതുക്കുമ്പോഴായിരുന്നു വിരലുകളുടെ സ്പർശനം അവൾ അറിഞ്ഞത്. ഞെരുക്കത്തോടെ അവൾ കണ്ണുകൾ മെല്ലെ തുറന്നു. തന്റെ മുഖത്തോട് ഒരുമിയിരിക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടപ്പോഴേക്കും അവളുടെ സകല നിയന്ത്രണവും പോയിരുന്നു. ചാരു, അടുത്ത വിളിയോടൊപ്പം സിദ്ധാർത്ഥിന്റെ കൈവിരലുകൾ വീണു ചാരുവിനെ തൊടാനായി അടുത്തു. തൊട്ടുപോരുത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.